സന്യാസിമാരുടെ മെഡിറ്റേഷൻ റൂം പോലെ കേട്ടോ. രാവണൻ സീതേനെ കൊണ്ടുവന്നിട്ട് താമസിപ്പിച്ച് 4 സ്ഥലമുണ്ട്. എന്താ അറിയില്ലത്. അപ്പോൾ കയറി ഇറങ്ങി വന്നപ്പോഴത്തേനും എന്തായാലും അതിശയകരമായിട്ടൊരു മലയാളികളെ കാണാൻ പറ്റി. ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാശ്യപ രാജാവിൻ്റെ റാണിയുടെ കൊട്ടാരം എന്നാണ് കേട്ടോ പറയപ്പെടണം. ഇതിലിപ്പോൾ 1500 വർഷം മുമ്പ് ഇവിടെ അവർ ജീവിച്ചിരുന്നല്ലോ. അപ്പോൾ ഇവിടെ തടി കൊണ്ടും കല്ലുകൊണ്ടുമുള്ള 3-4 നില കെട്ടിടം ഇവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ അതിൻ്റെ ഫൗണ്ടേഷൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, തറ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നശിച്ചു പോയി. ഇപ്പം നമുക്ക് കാണാൻ പറ്റിയത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇത്രയും വർഷമായത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ തറ മാത്രമേ ഇനി നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു ആൽമരം ഉണ്ട് കേട്ടോ. അതിന് അധികം പഴക്കമൊന്നുമില്ല. നമ്മളുടെ അമ്പലങ്ങളിലുള്ള ആൽമരത്തിൻ്റെ അത്രയും പഴക്കം പോലും ഇല്ല. ഇവിടെ ഇറങ്ങാമോ എന്നിങ്ങനെ ആലോചിച്ചപ്പോഴത്തേനും ഈ ചേട്ടൻ ഇവിടെ ഇറങ്ങി. അപ്പോഴേക്കും എനിക്ക് ധൈര്യമായി. ഈ ആൽമരം ഇതിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ഇതിന് വെള്ളം കിട്ടണ്ടായി. അതൊന്നും ആലോചിച്ച് എനിക്ക് ഞാനതിപ്പോഴും ആലോചിച്ചു. കാരണം ചിലപ്പോൾ ഇവർ നനച്ച് കൊടുക്കണുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ കിട്ടണമെന്നുള്ള ഒരു ഐഡിയ കിട്ടാനുള്ള. എല്ലാം പ്രകൃതിയുടെ ഒരു വികൃതി അല്ലേ. ഫോറിനേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ഇവരിങ്ങനെ എല്ലാം നമ്മളെപ്പോലെയല്ല, എല്ലാം പതിയെ നിന്ന് ആലോചിച്ച് കണ്ട് അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. ഗൈഡ് ഉണ്ടാവും കൂടെ, മിക്കവരുടെയും കൂടെ ഗൈഡ് ഉണ്ടാവും. നമുക്ക് പിന്നെ പൈസയുടെ ഒരു കുറവുകൊണ്ട് നമ്മുടെ കയ്യിൽ കറൻസി ഇല്ല മാറാനായിട്ട്. ഇനി എക്സ്ചേഞ്ച് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ ഗൈഡിന് വേണ്ടെന്ന് വെച്ചു. എന്തായാലും അടിപൊളി, വിചാരിച്ചതിലും ഭംഗിയായിട്ട് കാണാൻ പറ്റി. അധികം വെയിൽ വരുന്നതിന് മുമ്പ് തന്നെ നല്ല കാറ്റുണ്ട്. മൈക്കില്ലാത്തത് കൊണ്ടിട്ട് പറയണത് ക്ലിയർ ആകില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറ്റണത് പോലെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ട് സഹിച്ച് ഒന്ന് മുമ്പോട്ട് പോവാം. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. എല്ലാവരും വന്ന് പോയി, കുറേ പേര് വന്ന് പോയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് ഇതേപോലെ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ കറങ്ങി ഇത്രയും ഞങ്ങൾ ചെയ്ത പോലെ ആരെങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടാ, നമുക്കൊന്ന് പരിചയപ്പെടാനാണ്. വേറെ ഒന്നുമല്ല, എനിക്കിങ്ങനെ സൈക്ലിംഗ് കൂട്ടായ്മയിൽ ഇതുപോലെ നടക്കുന്ന ഒരേ സ്വഭാവമുള്ള ആളുകളെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഒന്ന് പറയണേ. ഇതെങ്ങനെയുണ്ട് സ്റ്റൈല്? സൈക്ലിങ്ങിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. നേരത്തെ വന്നപ്പോൾ ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റണില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ തുപ്പിയുടെ മുകളിൽ വെച്ച് നടന്നത്. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങിയാണ്. വെയിലുണ്ട് നല്ലതുപോലെ. അപ്പോൾ തലവേദന അല്ലെങ്കിൽ എന്തെങ്കിലും വരും. എനിക്ക് വെയിലധികം കൊണ്ടു കഴിഞ്ഞാൽ ആകെയുള്ളൊരു പ്രശ്നം തലവേദന വരുന്നതാണ്. ഇപ്പോൾ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നല്ല കാറ്റാണ് കേട്ടോ. ആ മരം കിടന്ന് ആടണതൊന്നും നോക്കി കാണാൻ പറ്റണ്ട. നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകാം. രാജാവിൻ്റെ സിംഹാസനം അതും പാസ് ചെയ്ത് ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. മിലിറ്ററിക്കാരെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അവരെല്ലാം കാണാൻ വന്നതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണോ എന്നറിയില്ല. ഇവർക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല മര്യാദയ്ക്ക്. നമ്മൾ സംസാരിച്ചു തന്നു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം കുറവാണ്. നമ്മളെങ്ങനെയാണ് ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സംസാരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കും. നമ്മൾ മുകളിലേക്ക് പോയപ്പോൾ പറഞ്ഞില്ലേ ഇറങ്ങണവരുടെ മുഖത്ത് പേടിയുണ്ടെന്ന്. അതേപോലെ തന്നെ ഇറങ്ങാനായിട്ട് റിസ്ക് ആണ് ശരിക്കും പറഞ്ഞ കാര്യം. ഈ സ്റ്റെപ്പിന് വീതി കുറവാണ്. കയറുമ്പോൾ പക്ഷെ അതറിയില്ല. ഇറങ്ങുമ്പോഴത്തേനും നമുക്ക് വീണു പോവോ എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ കാണുമ്പോഴത്തേനും ഈ ശബരിമലയിൽ തിക്കും തിരക്കും വെച്ച് കയറണത് പോലെയുള്ളൊരു ഫീല്. ഞാൻ അവിടെ പോയിട്ടില്ല, പക്ഷെ എന്നാലും വീഡിയോയിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ പോകുന്നതിനേക്കാൾ ഇരട്ടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം കേട്ടാ. ഫോറിനേഴ്സും അവരാണ് കൂടുതലും കാണുന്നത് ഇപ്പം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് നടന്നു കയറാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ പ്രശ്നമല്ല, അവർക്ക് ചാടി കയറും. പക്ഷെ അവരെയൊക്കെ ചുമലിലേറ്റി ഇത് കണ്ടില്ലേ ഇങ്ങനെ കൊണ്ടുവരണം. ഒരുത്തന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോൾ അവൻ ചാടി എണീറ്റ് എന്തോ ഞെട്ടി. അപ്പൊ അത് കാരണം പിന്നെ അവൻ ഉറങ്ങണ ഒരു വീഡിയോ എടുക്കാന്നാണ് വിചാരിച്ചത്. അത് പോയി. ഇനിയിപ്പം ലെനിൻ ചേട്ടനും ശ്യാമും ഇറങ്ങിയിട്ടില്ല. അവരെ വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം ഇവിടെ നിൽക്കാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരുമിച്ച് പോകാനാണ് പ്ലാൻ ചെയ്യണം. ഇവിടെ ഇങ്ങനെ ഓരോ കല്ലിലും ഇങ്ങനെ സ്റ്റീലിൽ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 33-ാമത്തെയാണ്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. ദൂരത്തില്ലേ ചുമപ്പായത് കൊണ്ടിട്ട് നമുക്ക് അവരെ നല്ലപോലെ കാണാം കേട്ടോ.
കാണാൻ പറ്റണ്ട, രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടോന്നറിയില്ല. എന്തായാലും അവർക്ക് വേണ്ടി 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് താഴത്തെത്തും. എന്നിട്ട് ഒരുമിച്ച് ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് ഇനി പോകണം. ഫോറിനേഴ്സ് നല്ല ഡിസിപ്ലിനായിട്ട് ക്യൂ ആയിട്ടാണ് കേട്ടോ പോകണം. അത് നോക്കിക്കേ, അവർ തിക്കും തിരക്കൊന്നും ഇല്ലാതെ നല്ല സൂപ്പറായിട്ട് പോകണം. ഏത് രാജ്യമെന്നറിയില്ല, ഇംഗ്ലീഷല്ല എന്തായാലും സംസാരിക്കണം. ഈ കശ്യപ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടം ഇതായിരുന്നു. ഇപ്പം ഈ 2 കാല് മാത്രമേ ഉള്ളൂ. നേരത്തെ 1500 വർഷം മുമ്പ് ഇവിടെ സിംഹത്തിൻ്റെ തല നല്ലതുപോലെ തള്ളി നിൽക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ വായുടെ അകത്തൂടി വേണമായിരുന്നു നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. അന്ന് ജനങ്ങൾക്കൊന്നും അങ്ങനെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് പ്രവേശനം എല്ലാം അനുവദിച്ചത്. അതായത് അധികം നാളൊന്നും ആയിട്ടില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തതിന് ശേഷം പല ഭരണാധികാരികളെല്ലാം ഇത് ഏറ്റെടുത്ത് അതിന് ശേഷമാണ് ജനങ്ങൾക്കായിട്ട് ഇത് തുറന്നു കൊടുത്ത് കാണാനായിട്ട് അനുവാദം കിട്ടിയത്. ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകളെടുത്ത് ഇതിപ്പോൾ ഒന്ന് വന്ന് കണ്ട് ഒന്ന് ആസ്വദിക്കാനായിട്ട്. ഇപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കണം. ഇപ്പോൾ സമയം വൈകുന്നതോറും ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ലെനിൻ ചേട്ടനും ശ്യാമും ഏകദേശം പകുതിയോളം എത്തിയിട്ടാണ്. അവിടെ നോക്കിയാൽ കാണാൻ വേണ്ട, രണ്ടുപേരും പതിയെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. കുറച്ചും കൂടി ദൂരെ നിന്നുള്ള വ്യൂ ഇതാണ്. എന്തൊരു അത്ഭുതമാണല്ലേ ഈ ശ്രീലങ്കയിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു പാറ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കൊട്ടാരം. ഇതിൻ്റെ മുകളിൽ അന്നത്തെ കാലത്ത് ഈ 6000 വർഷം മുമ്പ് ഈ ആളുതാമസം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയൊക്കെ ഇതിൻ്റെ മുകളിൽ എങ്ങനെ കയറി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇനി നമ്മൾ കാണാൻ പോണത് ചരിത്ര പ്രാധാന്യമുള്ള വലിയൊരു സംഭവം ഉണ്ടാ. ആ വലതുവശത്ത് കാണുന്ന മതിലുണ്ടല്ലോ, അത് കശ്യപ രാജാവ് ഉണ്ടാക്കിച്ചെടുത്ത മതിലാണ്. അതിനകത്ത് കണ്ണാടി പോലെ തിളങ്ങുമായിരുന്നു, കണ്ണാടി ആയിരുന്നു അത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ള ചുണ്ണാമ്പ്, കളിമണ്ണ്, മണല്, പിന്നെ അതുപോലെ ക്വാർട്സ് എന്ന പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിനുക്കി പോളിഷ് ചെയ്തെടുത്തിട്ട് കണ്ണാടി പോലെ ആക്കിയെടുക്കും. അത്രയ്ക്കും മിനുസമായിരുന്നു അതിന്. മുഖം നല്ലപോലെ കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് പക്ഷേ ആ ചുമരിൽ 5-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ എഴുതിയ 1800-ലധികം കവിതകളും ഒക്കെയാണത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഗസ്റ്റ് ബുക്കെന്നും ഇതിനെ ഇപ്പോൾ വിശേഷിപ്പിക്കണത്. ഇനി നമ്മൾ കാണാൻ പോണതേ സിഗിരിയ ഗാലറി അല്ലെങ്കിൽ പിക്ചർ ഗാലറി എന്ന് പറയും. അത് 500 സുന്ദരിമാരുടെ ഈ കശ്യപ രാജാവിൻ്റെ റാണിയുടെയും പിന്നെ അതേപോലെ തന്നെ ദാസിമാരുടെയും പടങ്ങൾ കണ്ണാടി നോക്കിക്കഴിഞ്ഞിട്ട്, രാജാവ് കണ്ണാടി നോക്കി കഴിഞ്ഞിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന രീതിയിലായിരുന്നു വരച്ചിരുന്നത്. ഇപ്പം ഈ 500 എല്ലാം പോയിട്ട് ആകെ 22 ഇതേ ഉള്ളൂ. നമ്മൾക്ക് ഇനി അത് ഈ സ്റ്റെയർ വഴി വേണം കയറാനായിട്ട്. ഇത് സ്പൈറൽ സ്റ്റെയർ എന്നും പറയും, ബ്രിട്ടീഷ് സ്റ്റെയർ എന്നും പറയും. അന്നത്തെ കാലത്ത് പെട്ടെന്ന് എത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സ്റ്റെയർ കേസാണിത്. ഇത് കയറി മുകളിൽ ചെന്നിട്ട് വേണം നമുക്ക് ആ സുന്ദരിമാരുടെ ചിത്രങ്ങൾ കാണാൻ. പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ അനുവദിച്ചില്ല, താഴേക്ക് ഇറങ്ങിപ്പോരുകയാണ്. അപ്പോൾ ഇനി നേരിട്ട് വന്നാൽ ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ്, ഇതും അധികം പഴക്കമില്ലാത്ത ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റെപ്പാണ്. 2 വശത്തൂടെയും ആളുകൾക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ മുകളിലോട്ട് കയറിപ്പോണവർ ഇവിടെ നോക്കി കാണാനേ പറ്റില്ല കേട്ടോ. അത് വേറൊരു ഭാഗത്താണ്. ഇവിടെ നോക്കിക്ക് നിറച്ച് ആര്യവേപ്പ് ഇങ്ങനെ നിറച്ച് നട്ടു വളർത്തിയിട്ടുണ്ട്. ഇവിടെ ദൂരത്ത് പഴയ കാലത്തെ സ്റ്റെപ്പുകളും ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ കാണുന്നതൊക്കെ സഭാ ഹാളിൻ്റെ അവശിഷ്ടങ്ങളാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇതൊന്നും പൊളിഞ്ഞു പോയെങ്കിലും കളയാതെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ച് ഗുഹകളാണ് കാണുന്നതെല്ലാം. വലതുവശത്ത് നോക്കിയാലും ഇടതുവശത്ത് നോക്കിയാലും എല്ലായിടത്തും ഗുഹയുണ്ട്. ആ ഗുഹയ്ക്ക് എല്ലാത്തിനും ചരിത്രവും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം വായിച്ച് മനസ്സിലാക്കി പോരാനായിട്ടുള്ള സമയം എന്തായാലും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓടിച്ചിട്ടൊന്ന് കണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചേക്കാം എന്നുള്ള രീതിയിലാണ്. എല്ലാത്തിനെ പറ്റിയും ചരിത്രം പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലല്ലോ. പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ ഒരു ഇടനാഴിയുണ്ട്, ഇതുണ്ട് ഒരു ഗുഹ പോലെ. അപ്പോൾ പണ്ട് ഇത് സ്റ്റെപ്പൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ ഉളി കൊണ്ടത് നോക്കിക്കേ, ആ വെട്ടിക്കല്ല് ഇങ്ങനെ വെട്ടിയാണ് മുകളിലോട്ട് ആളുകൾ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരുന്നത്. എന്ത് ധൈര്യം വേണമെന്ന് ആലോചിച്ച് നോക്കിക്കേ. മുകളിലോട്ട് നോക്കിക്കേ, അവിടെയും ഇങ്ങനെ സ്റ്റെപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു വഴി പിടിച്ച് നടക്കേണ്ടി വരും. ഇപ്പോഴത്തെ ആളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തല ഇറങ്ങി താഴെ വീഴും. അപ്പോൾ ആ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ടിറങ്ങി ആ വീട്ടിൽ കൂടി ഇങ്ങനെ വന്ന് നേരെ മുകളിലോട്ട് കയറി അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് യാത്ര ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് സുഖമാണല്ലേ. ലെനിൻ ചേട്ടനും വിശ്രമം തുടങ്ങി
അവിടെ ശ്യാമും വിശ്രമം തുടങ്ങി. ഇവിടെ നല്ല തണുപ്പല്ലേ ശ്യാം? നല്ല തണുപ്പല്ലേ ശ്യാം ഇവിടെ? ഭയങ്കര സീരിയസ് ആയിട്ട് പോന്നിട്ട് നോക്കണേണ്ട. ലെനിൻ ചേട്ടനോട് ചോദിക്കണം. ലെനിൻ ചേട്ടാ, നല്ല തണുപ്പല്ലേ ചൂടത്ത് തോന്നിട്ട് അല്ലേ? നല്ല തണുപ്പ്. ആകെ മുഖമെല്ലാം കരിവാളിച്ചല്ലേ നമ്മുടെ. അപ്പോൾ എൻ്റെ മാത്രമല്ല എല്ലാവരുടെ. ഞങ്ങളിങ്ങനെ സൺസ്ക്രീമൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. കാര്യം വെച്ചാൽ നമ്മളീ പറഞ്ഞ പോലെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ എല്ലാവരും പറയും അത് തേച്ചൂടെ, ഇത് തേച്ചൂടെ, തൊലി ചുടുങ്ങൂലേ, അങ്ങനെയൊക്കെ. പക്ഷേ ഞങ്ങൾ 3 പേരും അത് ഉപയോഗിക്കാറില്ല. ഈ കാണുന്ന ഗുഹയില്ലേ, സന്യാസിമാരുടെ മെഡിറ്റേഷൻ റൂം പോലെ കേട്ടോ ഗുഹയായിരുന്നേ. അത് അന്നത്തെ കാലത്ത് ഇത് ഒറ്റ കല്ലിൽ അവിടെ കുത്തിയെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ്റായിട്ട് ഇങ്ങനെ മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചതാണ്. ആ മെഡിറ്റേഷൻ ഹാളിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഈ ഗുഹ വഴി നേരെ പുറത്തേക്ക് ഇറങ്ങി ഈ പാറയുടെ ഇടയിൽ കൂടെ നടന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങണം. നെല്ലിഞ്ചേട്ടൻ മുമ്പേ പോയി. ചുറ്റിനും പാറയാണ് കേട്ടോ. ഇപ്പം ഇതിനകത്ത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള പടികളും എല്ലാം കൊണ്ടിരിക്കണം. ഓരോരോ ഇൻഫർമേഷൻ കാണുമ്പോഴുണ്ടല്ലോ അത് ഫോട്ടോ എടുത്ത് അതെന്താണെന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ രാവണൻ സീതേനെ കൊണ്ടുവന്നിട്ട് താമസിപ്പിച്ചിരുന്ന സ്ഥലം ഇതാണെന്നാണ് പറയുന്നത്. നകുലി. ഈ ഒരു ഗുഹയിനകത്ത് ആണ് താമസിപ്പിച്ചിരുന്നതെന്നാണ് പറയണത്. ഇവിടെ എഴുതി വെച്ചേക്കണം അങ്ങനെയാണ്. ഞാനിപ്പോൾ വിശദമായിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ വന്നപ്പോഴേ ഒരു മാജിക് ബോക്സ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ കേട്ടോ, തടിയിലുണ്ടാക്കിയതാണ്. Oh, nice. And other one, show please. This one? Big one. Big one. 4 rooms. 4 rooms. 4 സ്ഥലമുണ്ട്. കണ്ട, അറിയില്ല ഇത്. Ravana technique. രാവണ ടെക്നിക്കാണെന്ന് പറയുന്നത്. നൈസ്, വെരി ഗുഡ്. ഹൗ മച്ച് ദിസ് വൺ? 8,000 ശ്രീലങ്കൻ മണിയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏകദേശം ഒരു 3,000 രൂപ അറേഞ്ച് വരും. Your country money? 3,000. 2,500 വരും. കറക്റ്റ് അറിയാണ്ട് ഇവർക്കെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കും. കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. സൂപ്പർ, വെരി നൈസ്. 2 animals. 1 head elephant. Elephant. Buffalo. നൈസ്. Ancient carving. ഓക്കെ. അതുപോലെ നമ്മുടെ ഈ മട്ടാഞ്ചേരിയിലേക്ക് ഉള്ളതുപോലെ ശ്രീലങ്കയുടെ ഓർമ്മയ്ക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള ഒരു കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് കണ്ട ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ആർട്ട് വർക്കും തുണിയിലാണ്. തുണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് പോലത്തെ നമ്മുടെ വെൽവെറ്റ് പോലത്തെ തുണിയിൽ ചെയ്തേക്കണതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതുപോലെ കണ്ടില്ലേ ആനയുടെ ഷേപ്പ്. മെയിനായിട്ട് ഇവിടെ എല്ലാം ആനയാണ് കേട്ടോ. അതുപോലെ തന്നെ തടിയിൽ ചെയ്തേക്കണം. ഭയങ്കര വിലയാണ്, എടുക്കാൻ പറ്റാനുള്ള. ചെറിയ പീസിനൊക്കെ ഇവർ പിന്നെ നമ്മുടെ നാട്ടിലത്തെ ചെറിയ ഒരു പീസിന് തന്നെ നമ്മുടെ നാട്ടിൽ 500 രൂപ. അതുപോലെ ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലായിടത്തും ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, പൈസ ഇന്ത്യൻ മണി ആയാലും ഇവർ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് പറ്റണമെങ്കിൽ വാങ്ങിക്കണം, എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വെക്കണം. അപ്പോൾ കയറി ഇറങ്ങി വന്നപ്പോഴത്തേനും എന്തായാലും അതിശയകരമായിട്ടൊരു മലയാളികളെ കാണാൻ പറ്റി. നമ്മുടെ എറണാകുളം സ്വദേശികൾ തന്നെയാണ്. പേട്ടയിലാണ് ഇവരെല്ലാവരും. വീട് പേട്ടയിലാണ്. അപ്പോൾ പേരൊന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പരിചയപ്പെടാം എല്ലാവരും. സാറിൻ്റെ പേരെന്താ? ഗീത, വാസന്തി, നാരായണൻകുട്ടി, അനൂപ്, ദീപ. ഇത് ഇത് സതീഷ്. ഇവരുടെ ഗൈഡാണ് കേട്ടോ. അവരെ പരിചയപ്പെടാൻ പറ്റിയതിലും ഇങ്ങനെ കാണാൻ പറ്റിയതിലും വലിയ സന്തോഷം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.
അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ ബൈ ബൈ.